بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأن محمدا عبده المصطفى صلى الله عليه وسلم. أما بعد. ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുക്ർ ചെയ്യാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നുള്ളതിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരായ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിനാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്തുകളിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു നേരായ ദീനിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്. ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനും ഇടപാടുകളിലാണെങ്കിലും ഇബാദത്തുകളാണെങ്കിലും ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ദീനീപരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും സലഫുകൾ എങ്ങനെയായിരുന്നോ, അവരുടെ നിലപാട് എങ്ങനെയായിരുന്നോ, ആ ഒരു രീതിയിൽ നമുക്ക് മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇതിൽ ഉറപ്പിച്ചു നിർത്താന്നുള്ളതാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ ഒന്നായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റം ശുക്റുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. ഇത്തരം മജ്‌ലിസുകൾ, ഇങ്ങനെയുള്ള ഇരുത്തങ്ങളിൽ നമുക്ക് ഇരിക്കാൻ തൗഫീഖ് നൽകിയതിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അങ്ങേയറ്റം നന്ദി കാണിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് അങ്ങേയറ്റം നമ്മൾ ശുക്ർ പറയേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ഒരുപാട് നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു നിഅമത്ത് അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാതിരിക്കാൻ വേണ്ടി. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തതുപോലെ, സഹീഹ് മുസ്ലിമിൽ വന്നതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ പെട്ടതായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, ഞാൻ നിന്നോട് നിന്റെ നിഅമത്തുകൾ എന്നിൽ നിന്ന് തെറിച്ചു പോകുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ ശരണം തേടുന്നു. ആ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇസ്തിഖാമ, ഈ നേരായ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി, റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് വേണം. കാരണം നമ്മൾ അതിൽ തെറ്റിപ്പോവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തടഞ്ഞു നിർത്താൻ ആരും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനോട് പറയാണ്, വലൗലാ അൻ സബ്ബത്നാക, നാം എങ്ങാനും നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കുൻത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല, നീ അവരിലോട്ട് ഒരല്പമായി ചാഞ്ഞു പോകുമായിരുന്നു. വഇദൻ ലഅദഖ്നാക ദഅഫൽ ഹയാതി വദഅഫൽ മമാത്. സുബ്ഹാനല്ലാഹ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനെ ശിക്ഷിക്കുമെന്ന് പറയുകയാണ്. അവരിലേക്ക് ചാഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അവരിലേക്ക് ചായുമായിരുന്നു അത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ഈ സബാത്തിനെ ചോദിക്കാൻ എത്ര അർഹതയുള്ളവരാണ്. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ മാസിയത്തുകൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ മുന്നിൽ നിസ്സാരമായിട്ടുള്ള നമ്മളെ പോലെയുള്ള അടിമകൾ. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് ചോദിക്കണം. ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസായി വന്നതുപോലെ, ഷഹർ ഇബ്നു ഹൗശബ് അദ്ദേഹം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചോദിക്കുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ, മാ കാന അക്തറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ അടുക്കലായിരിക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാറ് എന്തായിരുന്നു? അപ്പൊ അവര് പറയാണ്, കാന അക്തറു ദുആഇ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാറുണ്ടായിരുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, നമ്മുടെ ഹൃദയങ്ങളെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. വേറെ ലഫ്ളിൽ
ഹദീസ് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ആയിക്കൊണ്ട് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ തഅതിക്. അപ്പൊ ഇത് നമ്മൾ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവർത്തിച്ച് ചോദിക്കുന്നവരെ ആയിരിക്കും. ഷെയ്ഖ് മുഖ്ബിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ടായിരുന്നതുപോലെ, ഈ ഒരു ദുആ ഏതൊരുവൻ ഉപേക്ഷിക്കുന്നുവോ അവൻ സ്വന്തത്താൽ വഞ്ചിതനായവനാണ്. അഥവാ ഈ ഒരു ദുആ ഒരു സാലിഹായ മനുഷ്യന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഖൈറിൽ നിലനിൽക്കുന്നെന്നുള്ളൊരു ബോധം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനുശേഷം ബിഇദ്നില്ലാഹി ജല്ല വഅല ഇന്ന് ഞാൻ എൻ്റെ സ്വന്തത്തിനും എൻ്റെ സഹോദരന്മാർക്കും നസീഹത്തായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന വിഷയത്തിലേക്ക് കടക്കാം. ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീനിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഈ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ഒരടിമക്ക് ലഭിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട പ്രധാന കാരണങ്ങളിൽ ഒന്നുകൂടെയാണ്. കാരണം ഏതൊരു മുസ്ലിമും അടിമയും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഏതൊരു അടിമയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടും. അതിലല്ല കാര്യം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഫലൈസ അശ്ശഅനു ഫി അൻ തുഹിബ്ബല്ലാഹ്, നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതിലല്ല കാര്യം. ബൽ ഇശ്ശഅനു, കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫി അൻ യുഹിബ്ബക അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആ അള്ളാഹുവിന്റെ സ്നേഹം ഒരടിമക്ക് നേടിയെടുക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹു ജല്ല വഅല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അള്ളാഹുവിന്റെ മഹബ്ബ നേടിയെടുക്കാനുള്ള 10 കാരണങ്ങൾ ഒരിടത്ത് പറയുന്ന സന്ദർഭങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് അദ്ദേഹം പറയാണ്, ദവാമു ദിക്രിഹി അലാ കുല്ലി ഹാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാ അവസ്ഥയിലും ദിക്ർ ചെയ്യാമെന്ന്. അള്ളാഹുവിനെ ഓർക്കുക എല്ലാ സമയത്തും. ബിൽ ലിസാനി വൽ ഖൽബ്, നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും. വൽ അമലി വൽ ഹാൽ, പ്രവൃത്തി കൊണ്ടും അവസ്ഥ കൊണ്ടും. ഫനസീബുഹു മിനൽ മഹബ്ബ അലാ ഖദ്രി നസീബിഹി മിൻ ഹാദ ദിക്ർ, ഈ ഒരു ദിക്റിൽ അവൻ എങ്ങനെ നിലനിൽക്കുന്നുവോ അതിന്റെ അളവനുസരിച്ചിരിക്കും അള്ളാഹുവിന് ആ അടിമയോടുള്ള ഇഷ്ടത്തിന്റെ അളവ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബിഇദ്നില്ലാഹി ജല്ല വഅല സംസാര വിഷയം. ഒരടിമ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനായിരിക്കുക എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞതുപോലെ ഏതൊരവസ്ഥയും. കാരണം ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്, كان رسول الله صلى الله عليه وسلم يذكر الله على كل أحيان. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്റെ ഏതൊരവസ്ഥയിലും ഓർക്കാറുണ്ടായിരുന്നു. ഏതൊരവസ്ഥയിലും ദിക്ർ ചെയ്യാറുണ്ടായിരുന്നു. ഇരിക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണെങ്കിലും പ്രവേശിക്കുമ്പോഴാണെങ്കിലും കിടക്കാൻ നേരമാണെങ്കിലും എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും പള്ളിയിലോട്ട് നടക്കുമ്പോഴാണെങ്കിലും തിരിച്ചു വരുമ്പോഴാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും അങ്ങാടിയിൽ നിന്ന് മടങ്ങുമ്പോഴാണെങ്കിലും ഏതൊരു സന്ദർഭത്തിലും നമ്മുടെ നാവില് അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാവാം. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഇതിൽ നമ്മൾ എത്ര നിലനിൽക്കുന്നുവോ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അത്രയധികം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടും. ഈ ദിക്ർ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതകളിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹുവിനെ നമ്മൾ ദിക്ർ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നെ ദിക്ർ ചെയ്യുക, അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. വേറൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മുത്തഫഖുൻ അലൈഹി വന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അന ഇൻദ ظنി അബ്ദി ബി വഅന മഅഹു ഇദാ ദകറനി ഫഇൻ ദകറനി ഫീ നഫ്സിഹി, അവനവന്റെ സ്വന്തത്തിൽ എന്നെ ഓർത്ത് കഴിഞ്ഞാൽ, എന്നെ ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ, ദകർതുഹു ഫീ നഫ്സി, ഞാൻ എന്റെ സ്വന്തത്തിൽ അവനെ ഓർക്കുന്നതാണ്.
ഷെയ്ഖുന യഹ്യ ഹഫളഹുല്ലാ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുലാൻ ഇബ്നു ഫുലാൻ എന്ന് പറഞ്ഞു ഓർക്കും. സുബ്ഹാനല്ലാഹ്. അതായത് എത്ര നിസ്സാരമായ അടിമകളാണ് നമ്മൾ, എന്നിട്ടും അള്ളാഹുവിന്റെ റഹ്മത്താണ്. അള്ളാഹുവിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മളൊരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ, ഇൽമിന്റെ മജ്ലിസുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ, നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ, കാരണം ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പേരെടുത്ത് പറയും. ഷെയ്ഖുന യഹ്യ വിശദീകരിച്ചതുപോലെ ഇതൊരടിമക്ക് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലുള്ളതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉബയ്യെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരാൻ എന്ന് പറയും. അപ്പൊ ഉബയ്യ് റളിയല്ലാഹു അൻഹു തിരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ സമ്മാനി, എന്റെ പേരെടുത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും നഅം, അതെ. ഫജഅല ഉബയ്യും യബ്കി, ഉബയ്യ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കാരണം അത്രയും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരടിമ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ പേരെടുത്ത് പറയാന്നുള്ളത്. അപ്പൊ ഈ ഹദീസിൽ പറയാണ്, നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ദിക്ർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് അള്ളാഹു ദിക്ർ ചെയ്യുക എന്ന് മാത്രമല്ല, പകരം അള്ളാഹു തആല അവന്റെ സഹായവും അവന്റെ തൗഫീഖും അവന്റെ സംരക്ഷണവും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവന്റെ കൂടെ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ, വഅന മഅഹു ഇദാ ദക്കറനി, ഒരടിമ എന്നെ ഓർത്തു കഴിഞ്ഞാൽ, എന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ, എന്റെ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. അഥവാ എന്റെ സംരക്ഷണവും എന്റെ സഹായവും എന്റെ തൗഫീഖും അവന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊരു ദൗത്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത്, ഒരു കാര്യം നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച് മുന്നേറുന്ന സമയത്ത് നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത്. അലസതയിലായിപ്പോരുത്. നമ്മൾ ചിലപ്പോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സബബുകൾ വേറെ ഒരുപാട് നമ്മൾ സ്വീകരിക്കും. ഇന്ന ആളെടുത്ത് സംസാരിച്ചിട്ടുണ്ടാവും, ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാവും, വേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഫീസ് അടിച്ചിട്ടുണ്ടാവും, അവിടെ ഇതൊരു പക്ഷേ നമ്മൾ മറന്നുപോകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ ദിക്ർ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ കാര്യങ്ങളിൽ പെട്ടെന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രയാസപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്നായ ജിഹാദിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങളൊരു സംഘത്തെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ, ഉദ്ദേശിക്കുന്നത് സൈന്യത്തെ, യുദ്ധത്തിൽ നിങ്ങൾ മുഖാമുഖം ഒരു സൈന്യത്തെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ, ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കുക, അഥവാ നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ പാടില്ല. അതിനുശേഷം റബ്ബ് തആല പറഞ്ഞത് എന്താണ്? വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ഒരുപാട് ദിക്ർ ചെയ്യും. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരായി തീരാൻ വേണ്ടി. അപ്പോ ഈ ഒരു സൈന്യത്തെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ ദിക്റിന്റെ ശ്രേഷ്ഠത തെളിയിക്കുന്ന വേറെയും ഒരുപാട് ഹദീസുകളുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുന്നൊരുവനും അല്ലാഹുവിനെ ദിക്ർ ചെയ്യാത്തൊരുവനും തമ്മിലുള്ള ഉപമ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനെയും പോലെയാണ്. എത്ര വലിയ ഉപമയാണ്! കാരണം ഒരു ജീവിച്ചിരിക്കുന്നവനും മരിച്ചിരിക്കുന്നവനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അങ്ങനത്തെ വ്യത്യാസമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അതേപോലെ തന്നെ ഈ ദിക്ർ എന്ന് പറയുന്നത് നാളെ നമുക്ക് സ്വർഗത്തിൽ മുന്നേറാനുള്ള ഒരു കാരണം കൂടെയാണ്. സ്വർഗത്തിൽ അത്രയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുന്നേ പ്രയാസങ്ങൾ സഹിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, പ്രയാസങ്ങൾ സഹിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ സ്വർഗത്തിൽ മുന്നേറാൻ, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ദറജാത്തുകളിലേക്ക് നമുക്ക് കുതിച്ചു കയറാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ മറികടന്നിരിക്കുന്നു, ആളുകളെ പിന്നിലാക്കി അവർ മുന്നിലായിരിക്കുന്നു. അപ്പൊ സഹാബാക്കൾ പറയും, വമൽ മുഫർരിദൂൻ, ആരാണ് അള്ളാഹുവിന്റെ റസൂലെ ഇത്തരത്തിലുള്ള മുഫർരിദീങ്ങൾ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അത്യധികം ദിക്ർ ചെയ്യുന്ന ആളുകളും ദിക്ർ ചെയ്യുന്ന സ്ത്രീകളുമാണ്.
അതേപോലെ തന്നെയാണ് ഇതേ അർത്ഥം തരുന്നതാണ്, അഥവാ സ്വർഗത്തിലെ നമ്മുടെ ദറജാത്തുകൾ ഉയർത്താനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ ദിക്റെന്നും അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണെന്നും ഒരടിമയുടെ ഏറ്റവും ഉത്തമമായ അമലുകളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളതും തെളിയിക്കുന്ന ഒരു ഹദീസാണ് അബൂദർദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന മനോഹരമായ ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്നിട്ട് പറയാണ് സഹാബാക്കളുടെ അടുത്ത്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പ്രവർത്തി, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ അമലിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? വഅർഫഉഹ ഫി ദറജാതിക്കും, നിങ്ങളുടെ സ്വർഗത്തിലുള്ള സ്ഥാനങ്ങൾ, അതിൽ ഏറ്റവും ഉയർച്ച ലഭിക്കാൻ കാരണമാവുന്ന അമലുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വഖൈറുൻ ലക്കും ഫി ഇൻഫാഖി ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും സംഭാവന കൊടുക്കുന്നതിനേക്കാളും ഉത്തമമായിട്ടുള്ള ഒരു അമല്. വഖൈറുൻ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടുകയും നിങ്ങൾ അവരുടെ കഴുത്ത് വെട്ടുകയും അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ള പ്രവൃത്തി. ഖാലു, സഹാബാക്കൾ പറഞ്ഞു, ബല, തീർച്ചയായും. കാരണം സഹാബാക്കളെ നമുക്ക് അറിയുന്നതാണ്, അമാലുകളിലേക്ക് കുതിച്ചു കയറുന്ന ആളുകളാണ് സഹാബാക്കൾ റിദ്വാനുല്ലാഹി അലൈഹിം. അപ്പൊ ഇത്രയും വലിയ അമല്, ഇത്രയധികം ശ്രേഷ്ഠതകളുള്ള അമല്, അഞ്ച് കാര്യങ്ങളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഉത്തമമായ അമല്, റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധപ്പെട്ട അമല്, സ്വർഗത്തിലെ ദറജകൾ ഉയർച്ച ലഭിക്കാനുള്ള ഏറ്റവും ഉയർച്ച ലഭിക്കുന്ന അമല്, സ്വർണവും വെള്ളിയും സദഖ കൊടുക്കുന്നതിനെക്കാട്ടിയും ഖൈറായിട്ടുള്ളത്, ശത്രുക്കളെ കണ്ടുമുട്ടി അവരുടെ കഴുത്ത് വെട്ടുന്നതിനെക്കാട്ടിയും അവര് നമ്മുടെ കഴുത്ത് വെട്ടുന്നതിനെക്കാട്ടി, അഥവാ ജിഹാദ് ചെയ്യുന്നതിനെക്കാട്ടി ഉത്തമമായിട്ടുള്ള പ്രവർത്തനം. എന്താണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളതാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇത്തരം ഹദീസുകൾ നമ്മൾ തെളിയിക്കുന്നത് നമ്മൾ അലസതയിലാവാൻ പാടില്ല. ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണോ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത്, ആ സ്ഥലങ്ങളെല്ലാം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും. ഇത് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസായി വന്നിട്ടുണ്ട്. ആ ഹദീസിൽ ചില പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സിൽസാലിൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി ആ ഭൂമിയുടെ വാർത്തകൾ സംസാരിക്കുന്ന ദിവസം എന്ന് പറയുന്നിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദീകരണമായി പറഞ്ഞത്രേ, ആ സംസാരം എന്താണെന്ന് നിനക്കറിയോ എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതിന്റെ സംസാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ ഭൂമി സംസാരിച്ചിട്ട് പറയും, ഇന്നേ ദിവസം ഇന്നേ വ്യക്തി എന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന ഇന്ന പ്രവർത്തികൾ ചെയ്തു, ഇന്ന ഇന്ന സൽപ്രവർത്തനങ്ങൾ ചെയ്തു, ഇന്നേ ദിവസം ഇന്ന വ്യക്തി എന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന ഇന്ന മോശം പ്രവർത്തികൾ ചെയ്തു എന്നിങ്ങനെ ആ ഭൂമി അള്ളാഹുവിന്റെ അടുക്കൽ സംസാരിക്കുന്ന ദിവസമാണ്. ഈ ഹദീസ് പറഞ്ഞു കലാമുണ്ട്. ഇതൊരു അടിസ്ഥാനമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സന്ദർഭങ്ങൾ, ആ സ്ഥലങ്ങൾ, അതെല്ലാം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് നമുക്ക് ഷാഹിദായിരിക്കും, നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതായിരിക്കും. അപ്പൊ അത് നമ്മൾ ഓർക്കുക. നമ്മൾ പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് ദിക്ർ ചൊല്ലി പോകുന്ന അവസ്ഥയിലാണെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം നാളെ നമ്മളെ നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും. നമ്മൾ അങ്ങാടിയിലോട്ട് പോകുന്ന വഴിയിലൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നവരാണെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ സാക്ഷ്യം വഹിക്കും. എന്നാൽ ഇന്ന് എന്താ സംഭവിച്ചിട്ടുള്ളത്? അല്ലാഹു മുസ്തആൻ, നമ്മൾ ഫോണിലായിരിക്കും. പള്ളിയിലോട്ട് നടക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഫോണിലായിരിക്കും, തിരിച്ചു വരുമ്പോഴാണെങ്കിലും നമ്മൾ ഫോണിലായിരിക്കും, അങ്ങാടിയിലോട്ട് പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഫോണിലായിരിക്കും. ആ ഒരു മനുഷ്യന്റെ, ആ ഒരു അടിമയുടെ ഇത്രയും ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇബാദത്ത്, അതിനെ തൊട്ട് അവന്റെ ഫോൺ അവനെ ശുഗലാക്കി കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇത്രയും വലിയ ഇബാദത്ത് അതിനെ തൊട്ട് നമ്മൾ അലസതയിലാവാതെ ശ്രദ്ധിക്കുക. ഈ ഫോണിൽ നോക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവൻ സ്വർഗത്തില് ഒരു കാരക്കമരം അവന് വേണ്ടി കുഴിച്ചിടപ്പെടും. എന്ത് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു തവണ ഒരു അടിമ പറഞ്ഞു കഴിഞ്ഞാൽ, ഇമാം തിർമിദി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒരു തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു കാരക്കമരം കുഴിച്ചിടപ്പെടും. അപ്പോൾ ഒരു തവണ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്ര പ്രതിഫലം അവനുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ അവൻ ഫോണിലും മറ്റും കളയുന്ന ഈ സമയത്ത് ഇത്തരം ദിക്റുകൾ അവന് ചൊല്ലിക്കഴിഞ്ഞാൽ നാളെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവന് വേണ്ടി അവിടെ വലുതാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുന്ന, വളർന്ന് എത്തിയിട്ടുണ്ടായിരിക്കുന്ന എത്ര കാരക്കമരങ്ങൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് സലഫുകളെ തൊട്ട് ചിലർ തൊട്ട് വന്നിട്ടുള്ളത്, അവരുടെ സദസ്സിൽ ചില ആളുകൾ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി, അനാവശ്യ സംസാരങ്ങൾ. ഇന്നയാളെ കുറിച്ച് പറയുന്നു, ഇന്നയാള് ദുനിയാവിനെ കുറിച്ച് പറയുന്നു, ഇന്നയാള് മറ്റേതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇദ്ദേഹം കുറച്ചു സമയം കേട്ട് നിന്നിട്ട് അവരോട് തിരിച്ചു ചോദിച്ചു, എന്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേരം കൊണ്ട് സ്വർഗത്തിൽ വല്ല കാരക്കമരം കുഴിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് അവർ ചോദിക്കുകയാണ്. ഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എവിടെ നിന്നാണ് ഈ ഫായിദ എടുത്തിട്ടുള്ളത്? ഈ ഹദീസിൽ നിന്നാണ്. ഈ അനാവശ്യ സംസാരത്തിൽ മുഴുകുന്ന നേരത്ത് ആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര കാരക്കമരങ്ങൾ അവന് സ്വർഗത്തിൽ പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയഅജിസു അഹദുക്കും അൻ യക്സിബ ഫി കുല്ലി യൗമിൻ അൽഫ ഹസന, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ദിവസം 1000 സൽപ്രവൃത്തി ചെയ്യാൻ കഴിയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഫസഅലഹു സാഇൽ മിൻ ജുലസാഇ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കളിൽ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, കൈഫ യക്സിബു അൽഫ ഹസന, എങ്ങനെയാണ് ഇപ്പൊ 1000 സൽപ്രവർത്തനം ഒരാൾ നേടിയെടുക്കുക? കാരണം 1000 സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയൊരു അമലാണ്, വലിയൊരു പ്രതിഫലമാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? യുസബ്ബിഹു മിഅത തസ്ബീഹ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയുക്തബു ലഹു അൽഫ ഹസന, അവന് 1000 സൽപ്രവൃത്തി എഴുതപ്പെടും. ഈ 1000 സൽപ്രവൃത്തി എഴുതപ്പെടുന്നത് കൂടാതെ വയുഹത്തു അൻഹു അൽഫു ഖതിയ, അവന് 1000 പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഔ എന്നാണ് വന്നിട്ടുള്ളത്, 1000 തിന്മകൾ മായ്ക്കപ്പെടുകയോ 1000 നന്മകൾ എഴുതപ്പെടുകയോ ചെയ്യും. പക്ഷേ ചില ഇമാം മുസ്ലിമിന്റെ ബർഖാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്തല്ല, മുസ്തഖറജിൽ അദ്ദേഹം വാവ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അഥവാ 1000 സൽപ്രവർത്തനങ്ങൾ എഴുതപ്പെടുകയും ചെയ്യും, 1000 ദുഷ്പ്രവർത്തനങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യും. ഈ അനാവശ്യ സംസാരങ്ങളിൽ മുഴുകുന്ന സമയത്തും ഖീലുവത്താൽ, ആള് പറഞ്ഞു, ഇവര് പറഞ്ഞു, പറയപ്പെടുന്നുണ്ട്, അവിടെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന സമയത്തും ഈ ഒരു 100 തസ്ബീഹ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ 1000 ഹസനാത്തുകളാണ് നമ്മളെ മീസാനിലോട്ട് നമുക്ക് കയറാൻ പോകുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അലാ ഉഖ്ബിറുക ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അബൂദറിനോട് പറയാണ്, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരം എന്താണെന്ന്. ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വാക്കുകളാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ ഇത്രയും ഹദീസുകളും ചില ആയത്തുകളും നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൊത്തത്തില് ദിക്റ് ചെല്ലുന്നതിന്റെ ശ്രേഷ്ഠത തെളിയിക്കുന്നതും അതിന്റെ ഫവായിദുകൾ തെളിയിക്കുന്നതുമാണ്. ഇത് കൂടാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രത്യേകമായിട്ട് ചില സന്ദർഭങ്ങളും മറ്റും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലോട്ട് കടക്കുന്നതിന്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദിക്റ് ചൊല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവായ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ ഹദീസുകൾ വായിക്കപ്പെടുന്ന, ഖുർആനിൽ നിന്ന് ദലീലുകൾ എടുക്കപ്പെടുന്ന മജ്ലിസുകൾ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് പോലെയുള്ള മജ്ലിസുകൾ, ഇത് അള്ളാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസുകളിൽ പെട്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ മജ്ലിസുകളിൽ ഇരിക്കുക എന്നതിനെ കുറിച്ചിട്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം പ്രോത്സാഹനപ്പെടുത്തിയതും അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്നതുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാറ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സഞ്ചരിച്ച് നടക്കുന്നവരായിട്ടുള്ള ചില മലായികമാരുണ്ട്. യതദബ്ബഊന മജാലിസ ദിക്ർ, അവരുടെ ദൗത്യം എന്താണ്? കാരണം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികമാർക്ക് ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മലായികമാരുടെ ദൗത്യം എന്താണ്?
യതതബ്ബഊന മജാലിസ ദിക്ർ, മജാലിസ് ദിക്റുകൾ, അള്ളാഹുവിന്റെ ദിക്ർ നിലനിൽക്കുന്ന മജ്ലിസുകൾ തേടി പിടിക്കുക എന്നുള്ളതാണ്, അത് അന്വേഷിച്ചു പോവുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം. അഥവാ ഈ മജ്ലിസുകൾ തേടി അന്വേഷിച്ചു പോകാൻ വേണ്ടി മാത്രം ഇത്രയും മഹത്തായ സൃഷ്ടികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇതിന്റെ ശ്രേഷ്ഠത തെളിയിക്കുന്ന ഒന്നാണ്. അതുകൂടാതെ ഹദീസിന്റെ തുടർച്ചയിൽ പറയാണ്, ഫഇദാ വജദു മജ്ലിസൻ ഫീഹി ദിക്ർ, ഈ മലായിക്കമാര് ഒരു ദിക്റുള്ള മജ്ലിസ് കണ്ടു കഴിഞ്ഞാൽ ഖഅദു മഅഹും, അവരുടെ കൂടെ ഇരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ മജ്ലിസിൽ ദിക്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൂടെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടികളിൽപ്പെട്ട ചിലരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞതുപോലെ ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒറ്റ കാര്യത്തിൽ പോലും അവർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പരിശുദ്ധരാക്കപ്പെട്ട സൃഷ്ടികളിൽപ്പെട്ട മലായിക്കമാർ, അവര് നമ്മളെ കൂടെ ഇരിക്കുന്നുണ്ടാവും. ഫഖഅദൂ മഅഹും, അവരവരുടെ കൂടെ ഇരിക്കും. വഹഫ ബഅദുഹും ബഅദൻ ബിഅജ്നിഹതിഹിം, അങ്ങനെ ഈ മലായിക്കമാര് അവര് പരസ്പരം എന്ത് ചെയ്യും, ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെ ഈ മലായിക്കമാരുടെ ചിറകുകൾ കൊണ്ട് പൊതിയും. ഹത്താ യംലഉ മാ ബൈനഹും വബൈന സമാഇ ദുനിയ, ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളും ഭൂമിയോടുള്ള ചേർന്ന് നിൽക്കുന്ന ആകാശവും അവരുടെ ചിറകുകളാൽ നിറയുന്നത് വരെ. അതായത് അത്രയും വലിയ സൃഷ്ടികളാണ് മലായിക്കമാർ. ചില ഹദീസുകൾ വന്നത് നമുക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാമിന് 600ഓളം ചിറകുകൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഈ മലായിക്കമാര് ഈ അവരുടെ ചിറകുകൾ കൊണ്ട് ഈ മജ്ലിസിലിരിക്കുന്ന ആളുകളെ വലയം ചെയ്യും. പറഞ്ഞതുപോലെ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ആകാശം വരെയും മറയ്ക്കുന്ന അവസ്ഥയിൽ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇദാ തഫറഖു, ഈ മജ്ലിസ് ദിക്ർ കഴിഞ്ഞ ആളുകളെല്ലാം പിരിഞ്ഞു കഴിഞ്ഞാലോ ഓരോരുത്തർ അവരുടെ കാര്യം നോക്കിയിട്ട് പോയി. അറജു വസഅദു ഇല സമ, ഈ മലായിക്കമാരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് പോവാണ്, ആകാശത്തിലേക്ക് പോകും. ഫയസ്അലുഹും അല്ലാഹ്, കാരണം നമുക്കറിയാം മലായിക്കമാരുടെ സ്ഥലം ആകാശമാണ്, ദുനിയാവല്ല. അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുന്നതാണ്. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ലൗ കാന ഫിൽ അർദി മലായികത്തുൻ യംശൂന ഫിൽ അർദ് എന്ന് സൂറത്തുൽ ഇസ്രായിൽ വന്നതുപോലെ മലായിക്കമാരുടെ സ്ഥലം അത് ആകാശത്താണ്. അപ്പൊ അവരുടെ ദൗത്യം കഴിഞ്ഞ് അവർ ആകാശത്തോട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, മിൻ അയ്ന ജിഅ്തും, നിങ്ങൾ എവിടുന്നാ വന്നിട്ടുള്ളത്? ഫയഖൂലൂൻ, അപ്പൊ അവർ പറയും, ജിഅ്നാ മിൻ ഇൻദി ഇബാദില്ലക വഹുവ അഅലം, ഈ ചോദിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ മലായിക്കമാരെക്കാട്ടും അറിയാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വന്നിട്ടുള്ളത്? അപ്പൊ അവർ പറയും, ജിഅ്നാ മിൻ ഇൻദി ഇബാദില്ലക ഫിൽ അർദ്, ഭൂമിയിലുള്ള നിന്റെ ചില അടിമകൾ ഇടുന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. യുസബ്ബിഹൂനക്, അവര് നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. വയുകബ്ബിറൂനക്, നിനക്ക് തക്ബീർ ചൊല്ലുന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. വയുഹല്ലിലൂനക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. വയഹ്മദൂനക്, നിനക്ക് സ്തുതിക്കുന്നു. വയസ്അലൂനക്, നിന്നോട് ചോദിക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവരെന്നോട് എന്താണ് ചോദിക്കുന്നത്? അപ്പൊ മലായിക്കമാര് പറയും, നിന്നോട് സ്വർഗമാണ് ചോദിക്കുന്നത്, നീ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമാണ് ചോദിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അതിന് അവരെന്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? അപ്പൊ മലായിക്കമാര് പറയും, ലാ അയറം, അല്ലാഹു ഇല്ല, അവർ കണ്ടിട്ടില്ല. അപ്പൊ അവരെന്റെ സ്വർഗം കണ്ടാൽ എങ്ങനെയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എന്നിട്ട് മലായിക്കമാര് പറയും, വയസ്തജീറൂനക, അവര് നിന്നോട് അഭയം തേടുന്നുണ്ട്, രക്ഷ തേടുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എന്തിൽ നിന്നാണ് അവർ എന്നിൽ നിന്ന് രക്ഷ തേടുന്നത്? അപ്പൊ അവര് മലായിക്കമാര് പറയും, മിന്നാരിക, അവര് നിന്റെ നരകത്തിൽ നിന്നാണ് നിന്നോട് രക്ഷ തേടുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അതിന് അവർ എന്റെ നരകം കണ്ടിട്ടുണ്ടോ? മലായിക്കമാര് പറയും, ഇല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അപ്പൊ അവരെന്റെ നരകം കണ്ടാൽ എന്തായിരിക്കും എന്ന് ചോദിക്കും. അപ്പൊ നമുക്കറിയാം, ഇത്തരം മജ്ലിസിൽ ഇരിക്കുന്ന ആളുകൾ അവർ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ സ്വർഗം കാംക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് മാത്രമാണ്. അതിലേക്കുള്ള മാർഗം എന്താണെന്ന് അറിയാനും അതറിഞ്ഞ് ജീവിതത്തിൽ പകർത്താനും ബാക്കിയുള്ള അടിമകളെ ഈ പാതയിലേക്ക് ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ് ഈ മജ്ലിസ് ദിക്റുകളിൽ ആളുകൾ വന്നിരിക്കുന്നത്. ഇൽമ പഠിപ്പിക്കപ്പെടുന്ന, നസീഹത്തുകൾ നൽകപ്പെടുന്ന മജ്ലിസുകളിൽ ആളുകൾ വന്നിരിക്കുന്നത് ഈ ഒരു നിയത്തോടു കൂടിയാണ്. എന്നിട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇത് പറഞ്ഞ ശേഷം മലായിക്കമാര് പറയണ, വയസ്തഗ്ഫിറൂന, അവർ നിന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ട്, അവരുടെ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അവർ നിന്നോട് തേടുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഫഅതൈതുഹും മാ സഅലു,
അവരെന്നോട് എന്താണോ ചോദിച്ചത് അത് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. വഅജർതുഹും മിമ്മസ്തജാറു, അവരെന്നിൽ നിന്ന് എന്തിനെ തൊട്ടാണോ അവർ ശരണം തേടിയിട്ടുള്ളത്, എന്തിനെ തൊട്ടാണോ അവർ രക്ഷ തേടിയിട്ടുള്ളത്, അതിൽ നിന്ന് ഞാൻ അവർക്ക് രക്ഷ നൽകിയിരിക്കുന്നു. അഥവാ ഇങ്ങനത്തെ മജ്ലിസ് ദിക്റുകളിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നരകത്തിൽ നിന്നുള്ള മോചനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനുശേഷം മലായിക്കമാര് പറയും. അപ്പൊ മലായിക്കമാർ ഇത് കേൾക്കുമ്പോൾ പറയും, റബ്ബി ഫീഹിം ഫുലാനുൻ അബ്ദുൻ ഖത്ത, അള്ളാഹുവേ അതിലൊരാളുണ്ട് അബ്ദുൻ ഖത്ത, അവൻ ഒരുപാട് തിന്മ ചെയ്യുന്നവനാണ്, ഒരുപാട് തെറ്റുപറ്റുന്നവനാണ്. കാരണം നമുക്കറിയാം ഖത്താഉൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിന്മ ചെയ്യുന്നവൻ എന്നർത്ഥം നൽകുന്ന പദമാണ്. ഖാത്തിഉൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിന്മ ചെയ്തവനായിരിക്കാം, രണ്ട് തിന്മ ചെയ്തവനായിരിക്കാം, അങ്ങനെയൊക്കെ ആവാം. പക്ഷെ ഖത്താഉൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിന്മ ചെയ്യുന്നവൻ എന്നൊരർത്ഥം നൽകുന്നതാണ്. മലായിക്കമാര് പറയാണ്, ഈ മജ്ലിസ് ദിക്റിൽ നല്ല സാലിഹായിട്ടുള്ള ആളുകൾ മാത്രമൊന്നല്ല, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ ഒരുപാട് തിന്മകൾ സംഭവിച്ച ആളാണ്, ഒരുപാട് തെറ്റ് പറ്റിയ ആളാണ്. ഇന്നമർ, അയാൾ ആ വഴിയിലൂടെ നടന്നു പോവായിരുന്നു, മജ്ലിസ് മഅഹു, ആ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഇവരുടെ കൂടെ ഇരുന്നതാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ എന്താണ്, വലഹു ഗഫർത്, ഞാൻ അവനതാ പുറത്തു കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവനതാ പുറത്തു കൊടുത്തിരിക്കുന്നു. ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും, ഈ ഖൗമ് അഥവാ അള്ളാഹുവിനെ ദിക്ർ ചെയ്തായിരിക്കുന്ന ആ ഒരു ഖൗമ്, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി തുല്ലാബുകളായിട്ടുള്ള ആ ഒരു ഖൗമ്, അവരുടെ കൂടെ ഇരിക്കുന്നവരാരും നഷ്ടക്കാരായി പോകും. സുബ്ഹാനല്ലാഹ്, ആരും നഷ്ടക്കാരാവില്ല. അവര് പാവങ്ങൾ ഉള്ളവരാണെങ്കിൽ ശരി, ഇല്ലെങ്കിലാണെങ്കിൽ ശരി, പോരായ്മകൾ ഉള്ളവരാണെങ്കിൽ ശരി, അവരുടെ കൂടെയുള്ള ഇരുത്തം അതിനാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മളെ ഇതിൽ നിന്നൊന്നും തടയാൻ പാടില്ല. ആണുങ്ങളാവട്ടെ സ്ത്രീകളാവട്ടെ, നമുക്ക് ജോലി തിരക്കുള്ളവരായിരിക്കാം, നമുക്ക് എൽമിന്റെ കുറവുകൾ ഉണ്ടായിരിക്കാം, പല കുറവുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടായിരിക്കാം, പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. ദിവസേന ഒരു സമയം നമ്മൾ ഇത്തരം മജ്ലിസുകൾക്ക് മാറ്റിവെക്കുക, വലിയ വലിയ ശ്രേഷ്ഠതകൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി. നമ്മൾ എന്ത് പറയരുത്, ശൈത്താൻ നമ്മളെ തടയാൻ പാടില്ല. ശൈത്താൻ പല രൂപത്തിലാണ് വരുന്നത്. ചിലപ്പോൾ ശൈത്താൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, ഞാനിപ്പോ അവിടെ പോയിട്ട് എന്താക്കാനാണ്, എനിക്ക് മര്യാദയ്ക്ക് ഫാത്തിഹ തന്നെ നോക്കി ഓതാൻ അറിയില്ല, കുല്ലല്ലാഹുദും കുല്ലാഹുദ് റബ്ബിന്നാസും കുല്ലാഹുദ് റബ്ബിൽ ഫലക്കും തന്നെ എനിക്ക് കാണാപ്പാടറിയില്ല. ഞാനിപ്പോ അവിടെ പോയിട്ട് അവിടെ ഖുർആൻ ഹിഫ്ളാക്കിയ ആൾക്കാരുണ്ട്, 10 ജുസാക്കി ഹിഫ്ളാക്കിയ ആൾക്കാരുണ്ട്, ഒരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വലിയ വലിയ മസലകളും ഫിഖഹി മസലകളുള്ള ചർച്ചകളൊക്കെയാണ്, എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ഞാനിപ്പോ എന്തിനു പോയിരിക്കുക അവിടെ എന്ന് പറഞ്ഞ് ശൈത്താൻ നമ്മളെ തടയരുത്. ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും വലഹു ഗഫറത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഷെയ്ഖുന യഹ്യ പറയുന്ന അതിമനോഹരമായ ഒരു വാക്കായിരുന്നു, വല്ലാഹ് അതിമനോഹരമായ വാക്കായിരുന്നു. ഷെയ്ഖ് പറയുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാവുന്ന ഒരൊറ്റ സാഹചര്യം പോലും നമ്മൾ ഒഴിവാക്കരുത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചേക്കാവുന്ന സാഹചര്യങ്ങൾ ഒന്നുപോലും നമ്മൾ ഒഴിവാക്കരുത്. അതിലേറ്റവും മഹത്തായ ഞാൻ പറയാണ്, അതിലേറ്റവും മഹത്തായ സാഹചര്യങ്ങളിൽ പെട്ടൊന്നാണ് ഈ ഹദീസ് തെളിയിക്കുന്നത് പോലെ ഇത്തരം മജാലിസ് ശ്രദ്ധിക്കണം. നമ്മൾ കുറവുകളുള്ളവരാണെങ്കിലും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പോയിട്ടിരിക്കുക. എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ഞാൻ കുറേ ആയി ഈ ദർസിൽ എത്ര കാലം എന്ന് വെച്ചിട്ടാ ഞാൻ ഇരിക്കുക, ഒരു പ്രാവശ്യം പഠിച്ച് ഇനി മതി, രണ്ടാമത്തെ പ്രാവശ്യം പഠിച്ച്, മൂന്നാമത്തെ പ്രാവശ്യം പഠിച്ച്, എനിക്ക് തിരിയുന്നില്ല, ഇനി മതി. ഇല്ല, നീ പഠിച്ചിട്ട് നീ മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചോ, നിനക്ക് ബുദ്ധി കുറവാണെന്ന് വിചാരിച്ചോ, നീ ആ ജൽസ നീ ഒഴിവാക്കരുത്. ആ എൽമിന്റെ മജ്ലിസുകളിലുള്ള നിന്റെ ഇരുത്തം നീ ഒഴിവാക്കരുത്. അള്ളാഹു നിനക്ക് പുറത്തു തരാനുള്ള കാരണങ്ങളിൽ പെട്ടെന്നാണ്. പിന്നെ നീ അത് കഷ്ടപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ പഠിച്ചവനെക്കാട്ടി ഇരട്ടി പ്രതിഫലം നിനക്കുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറഞ്ഞതുപോലെ, ഖുർആൻ പ്രയാസപ്പെട്ട് ഓതുന്നവനും പ്രയാസത്തോടി ഓതുന്നവൻ ഫലഹു അജ്റാൻ, അവന് 2 പ്രതിഫലമുണ്ട്. ഒന്ന് അവനത് കഷ്ടപ്പെട്ട് ഓതുന്നതിന്റെ പ്രതിഫലവും, പിന്നൊന്ന് അവൻ ഓതുന്നതിന്റെ പ്രതിഫലം, കഷ്ടപ്പാടിന്റെ പ്രതിഫലവും ഓതുന്നതിന്റെ പ്രതിഫലം. അപ്പൊ ഇതൊക്കെ നമ്മളെ മുൻനിർത്തി നമ്മൾ യാതൊരു കാരണവശാലും ഇങ്ങനത്തെ മജ്ലിസുകൾ നമ്മൾ ഒഴിവാക്കാതിരിക്കുക. നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മൾ പങ്കെടുക്കുക. അതേപോലെ തന്നെ ഈ മജ്ലിസിന്റെ ശ്രേഷ്ഠതകൾ തെളിയിക്കുന്നതാണ് അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. നേരത്തെ പറഞ്ഞ ഹദീസ് മുത്തഫഖുൻ അലൈഹി ആണ്, നമ്മൾ വായിച്ചത് സ്വഹീഹ് മുസ്ലിമിലെ റിവായത്താണെന്ന് മാത്രം. അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പറയാണ്,
നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുകയായിരുന്നു. അപ്പൊ 3 ആളുകൾ കടന്നു വന്നു. ഫഅഖ്ബല ഇത്നാൻ ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വദഹബ വാഹിദ്. അങ്ങനെ 2 ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മുന്നിട്ട് വരികയും ഒരാൾ പോവുകയും ചെയ്തു. അങ്ങനെ ഈ മുന്നിട്ട് വന്ന ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് നിന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഈ സഹാബി പറയാണ്, ഈ 3 പേരും ഒരാള് ആ പള്ളിയിൽ ആ ജൽസയിൽ ഒരു ചെറിയൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ കയറിയിരുന്നു. ആ ഇരിക്കുന്നതിന്റെ ഇടയിൽ ചെറിയൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ കയറിയിരുന്നു. വഅമ്മൽ ആഖറു ഫജലസ ഖൽഫഹു. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? ആളുകളുടെ ബാക്കിൽ പോയിരുന്നു. അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ഇരിക്കാതെ ആളുകളുടെ ബാക്കിലായിട്ട് പോയിരുന്നു. മൂന്നാമത്തെ ആളോ ഫഅദ്ബറ ദാഹിബ. മൂന്നാമത്തെ ആള് തിരിഞ്ഞുപോയി. അതായത് ആ മജ്ലിസ്, ആ ഇൽമിന്റെ മജ്ലിസിൽ, ആ ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കാതെ മൂന്നാമത്തെ ആള് തിരിഞ്ഞുപോയി. അപ്പൊ ഈ ഒരു സംഭവം സഹാബാക്കൾ കാണുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചുകൊണ്ടുണ്ടായ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിക്കും, അല ഉഖ്ബിറുക്കും അനിൻ നഫരി സലാസ. ഈ 3 ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അമ്മ അഹദുഹും, ഇതിൽ ഒരുവനാണെങ്കിൽ ഒരുവൻ അള്ളാഹുവിനോട് അഭയം തേടി, ഒരുവൻ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷ തേടി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ അഭയം നൽകി. അതാരാണത്? ആ ഒരു ഒഴിവ് കണ്ട സന്ദർഭത്തിൽ, ആ ഇരിക്കുന്ന മജ്ലിസിൽ ഒരു ഒഴിവ് കണ്ട സന്ദർഭത്തിൽ അവിടെ കയറിയിരുന്നവൻ. അവൻ അള്ളാഹുവിലോട്ട് അഭയം തേടിയവനാണ്, അള്ളാഹുവിന്റെ അഭയം ലഭിച്ചവനാണ്. വഅമ്മൽ ആഖറു, രണ്ടാമത്തവനോ അഥവാ ആളുകളുടെ ബാക്കിൽ പോയിരുന്നവൻ, ഫസ്തഹിയ അല്ലാഹു മിൻ, അവൻ അള്ളാഹുവിൽ നിന്ന് ലജ്ജിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നും ലജ്ജിച്ചു. അവന് ശ്രേഷ്ഠതയുണ്ട്, പക്ഷേ ആദ്യം മുന്നിൽ പോയിരുന്നവനത്ര ശ്രേഷ്ഠത ഇവനില്ല. അപ്പൊ ഈ ഹദീസ് നമ്മളെ തെളിയിക്കുന്ന വേറൊരു കാര്യം എന്താണ്? നമ്മൾ ഇൽമിന്റെ മജ്ലിസുകളിൽ ആദ്യാദ്യം എത്താൻ തിടുക്കം കാണിക്കണം. ബാക്കുകളിലായി വരാതെ മുദർരിസ് എത്തുന്നതിന്റെ മുന്നേ നമ്മൾ അവിടെ എത്താൻ ശ്രമിക്കുക. ഇത് തുല്ലാബുൽ ഇൽമിന്റെ അദബുകളിൽപ്പെട്ട ഒന്നാണ്. മുദർരിസ് ദർസ് എടുക്കാൻ എത്തുന്നതിന്റെ മുന്നേ നമ്മൾ അവിടെ എത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഹദീസ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. ആദ്യം മുദർരിസിനോട് എടുത്തിരിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅമ്മൽ ആഖറു, മൂന്നാമത്തെ ആളോ, ഫഅഅറദ, അവൻ തിരിഞ്ഞു കളഞ്ഞു, അവൻ അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. ഫഅഅറദല്ലാഹു അൻഹു, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പൊ നമ്മൾ ഇതിൽ മൂന്നാമനാവാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. നമ്മുടെ മുന്നിൽ ദർസുകളുണ്ട്, നമ്മൾ എടുത്ത് ദർസുകളുണ്ട്. കോഴിക്കോടാണ് നടക്കുന്നത്. നമ്മുടെ സഹോദരൻ ജംഷീർ എടുക്കുന്ന ദർസുകളുണ്ട്, വേറെ സഹോദരങ്ങൾ സഹായിക്കുന്ന ദർസുകളുണ്ട്. ആ ദർസുകൾ നമ്മൾ എടുത്തായിരിക്കെ, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തായിരിക്കെ, നടന്നു പോകാൻ പറ്റുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ഫഅഅറദല്ലാഹു അൻഹു എന്ന ഗണത്തിൽ നമ്മൾ പെടാതെ നോക്കുക. അള്ളാഹു നമ്മളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാളെ ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ നോക്കുക. കുറച്ചെങ്കിൽ കുറച്ച് നമ്മൾ എന്നും പോയിരിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇത് തെളിയിക്കുന്ന ശ്രേഷ്ഠതകൾ, ഈ മജ്ലിസ് ദിക്ർ, അത് മജ്ലിസുൽ ഇൽം, അതിലിരിക്കുന്നതിന്റെ ശ്രേഷ്ഠതകൾ തെളിയിക്കുന്നത് ഒരുപാടാണ്. നമ്മളെ സമയപരിധി കാരണം നമ്മൾ ചുരുക്കുകയാണ്. ഈ ഒരു ഹദീസും കൂടെ പറഞ്ഞ്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്റെ സഹാബാക്കൾ ഒരു വട്ടം കൂടിയിരുന്ന് ഇരിക്കുകയാണ്. അപ്പൊ അവരുടെ ഇടയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന, അജ്ലസക്കും, എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എന്ത് കാരണത്തിനാലാണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ വട്ടം കൂടി ഇരിക്കുന്നത്? അപ്പൊ അവര് പറയും, ജലസ്നാ നദ്കുറുല്ലാഹ്, നമ്മൾ അള്ളാഹുവിനെ ദിക്റുല്ലാഹ്, നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വനഹ്മദുഹു അലാ മാ ഹദാനാ ലിൽ ഇസ്ലാം വമാ മന്ന ബിഹി അലൈന. അള്ളാഹു നമ്മളെ ഇസ്ലാമിലോട്ട് നേർമാർഗം കാണിച്ചു തന്നതിന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും ആ ഒരു നിഅമത്ത് നമുക്ക് നൽകിയതിന് അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. ആ ഹൈറായ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കും, അള്ളാഹുവാണ് സത്യം, നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ? ഇതല്ലാതെ വേറെ ഒരു കാരണവും ഇല്ലേ നിങ്ങൾക്ക് ഇരിക്കാൻ? അഥവാ നിങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ, വേറെ ബിസിനസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നുമല്ലാലോ? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമല്ലേ ഇരിക്കുന്നത്
എന്ന് ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറയും വല്ലാഹി മാ അജ്ലസനാ ഇല്ലാതാക്കി, അള്ളാഹുവാണ് സത്യം, നേരത്തെ പറഞ്ഞ കാര്യമല്ലാതെ നമ്മളെ ഇവിടെ ഇരുത്തിയിട്ടില്ല. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചിട്ടായിരിക്കണം. ഈ ഒരുമിച്ച് കൂടലുകളിൽ, നമ്മൾ ഈ ദർസുകളിൽ നമുക്ക് ദുനിയാവിപരമായിട്ട് എന്തൊരു ഫായത നമുക്കുള്ളത്? നമുക്കവിടെ പൈസയെക്കുറിച്ച് പറയാനില്ല, നമുക്കവിടെ കച്ചവടത്തിനെ കുറിച്ച് പറയാനില്ല, നമുക്കവിടെ ദുനിയാവിപരമായിട്ട് കാര്യങ്ങളൊന്നും നമുക്കില്ല. അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചിരിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പോകുന്ന കാര്യം അത് നമ്മളിൽ ബാധകമാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിശേഷണം നമ്മളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ദുനിയാവിപരമായിട്ടുള്ള ഒരു മസ്ലഹത്തിനല്ല. ആളുകൾക്കിടയിൽ പേര് നേടിയെടുക്കാനോ വലിയ ഇമാമായി വലിയ ഷെയ്ഖായി എന്ന് പറയാനോ ആയിരിക്കരുത് നീ ആ മജ്ലിസിൽ പോയിരിക്കുന്നത്. നിനക്കറിയാൻ വേണ്ടി, അത് അമലാക്കാൻ വേണ്ടി, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി, ആളുകൾക്ക് ഒരു ഹൈറിലേക്ക് വഴി കാണിക്കുന്ന ഒരുത്തനായി തീർന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ഔലിയാക്കളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടിയെടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിന്റെ ഈ ജൽസകൾ. അങ്ങനെയെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കുക, അമാ ഇന്നി ലം അസ്തഹ്ലിഫ്കും തുഹ്മത്തൻ ലക്കും. ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ സത്യം ചെയ്ത് ചോദിച്ചത് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല കേട്ടോ, അഥവാ നിങ്ങൾ പറയുന്നത് കളവാണെന്നോ നിങ്ങൾ സത്യം പറയുന്നവരല്ല എന്നുള്ളതോ കൊണ്ടല്ല, അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. വലാകിന്നഹു, പക്ഷെ ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ? അതാനി ജിബ്രീൽ, എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നിരുന്നു. ഫഅഖ്ബറനി, എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്നല്ലാഹ യുബാഹി ബിക്കുമുൽ മലായിക. സുബ്ഹാന റബ്ബി. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അന്നല്ലാഹ യുബാഹി ബിക്കുമുൽ മലായിക, മലായികമാരുടെ അടുക്കല് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പുകഴ്ത്തി പറയുന്നുണ്ട്, നിങ്ങളെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അത്രയധികം അള്ളാഹു മഹത്വപ്പെടുത്തുന്ന മജ്ലിസുകളാണ് ഇൽമിന്റെ മജ്ലിസുകൾ എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ദിക്ർ നിലനിൽക്കുന്ന മജ്ലിസുകൾ എന്ന് പറയും. അപ്പൊ അതില് നമ്മൾ അലസത വരുത്താതിരിക്കുക, ചെറിയൊരു വയ്യായ്മയോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക. ഷേഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുള്ളത് പോലെ രോഗത്തിന് കീഴടങ്ങുക എന്നുള്ളത് മറ്റൊരു രോഗമാണ്. അപ്പൊ ചെറിയ രോഗം ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മളെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞ് നമ്മൾ ദർസ് ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ അതിൽ പോയിരിക്കുക. അതേപോലെ തന്നെ ഷെയ്ഖുന അഹ്യ പറയാറുണ്ടായിരുന്നു, ചെറിയ തലവേദനകൾ വരുന്ന സന്ദർഭങ്ങളിൽ, ചെറിയ തലവേദന സഹിക്കാൻ പറ്റാത്തതല്ല, ചെറിയ ക്ഷീണമോ തലവേദന വരുന്ന സന്ദർഭത്തിൽ നീ ദർസിൽ നിന്ന് മാറി നിൽക്കരുത്. കാരണം നീ ആ ദർസിൽ വന്ന് ഇരിക്കുക എന്നുള്ളത് നിന്റെ തലവേദന, ചെറിയ തലവേദന അല്ലെങ്കിൽ ചെറിയ ക്ഷീണം മാറാനുള്ള കാരണങ്ങളിൽ പെട്ടെന്നാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് അറിയാവുന്നതാണ്, ആ മജ്ലിസിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ മലായിക്കമാര് സന്നിധരാവുന്ന മജ്ലിസുകളാണ്. വേറൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സക്കീന ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. വനസലത്ത് അലൈഹിം റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് ഇറങ്ങും. വഹഫത്ഹുമുൽ മലായിക, മലായിക്കമാർ അവരെ വലയം ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മുടെ രോഗശമനത്തിനും കൂടെ ഒരു കാരണമാണ്. അപ്പൊ നമ്മളത് ഉപയോഗപ്പെടുത്തുക. വല്ലാഹു അല വഅലം. വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ പറയണമെന്നുണ്ടായിരുന്നു ഈ വിഷയവുമായി സംബന്ധിച്ചിട്ട്. പക്ഷെ ഇൻഷാ അല്ലാഹു ജല്ല വഅല ഫീമാ ദക്കർന കിഫായ. നസ്അലുല്ലാഹ അത്തൗഫീഖ് വസ്സദാദ്. ഒരു കാര്യം കൂടെ പറയാൻ ബിഇദ്നില്ല. അഥവാ ഈ അദ്കാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് രാവിലത്തെ അദ്കാറും വൈകുന്നേരത്തെ അദ്കാറും. അതിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാടാണ്. അതിൽ രണ്ട് ദിക്റിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ള രണ്ട് ഹദീസുകൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, സ്വഹീഹാണ്, സംശയമില്ല. മൻ ഖാല ഹീന യുസ്ബിഹു ഹീന യുംസി, രാവിലെ പ്രഭാതത്തിൽ പ്രവേശിക്കുന്ന സമയത്തും വൈകുന്നേരത്തിൽ പ്രവേശിക്കുന്ന സമയത്തും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ഏതൊരുവൻ പറയുന്നുവോ, ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ ഖാല മിസ്ല മാ ഖാൽ ഔ സാദ അലൈഹി. ഖിയാമത്ത് നാളിൽ ഇവനേക്കാളും ഉത്തമനായിട്ട് ആരും തന്നെ വരികയില്ല. ആരല്ലാതെ? ഇതേപോലെ 100 തവണ പറഞ്ഞവനോ അതിലധികം പറഞ്ഞവനോ അല്ലാതെ. അതേപോലെ തന്നെ മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നേരത്തെ പറഞ്ഞത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അത് രാവിലെയും 100 വൈകുന്നേരവും 100 ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് ഒരു ദിവസത്തിൽ 100 തവണയാണ്. അത് രാവിലെ 50ഉം വൈകുന്നേരം 50ആയി പറഞ്ഞാലും മതി. പക്ഷേ ഉത്തമം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഷെയ്ഖുന യഹ്യ ശരിവെച്ചതുപോലെ രാവിലെ പറയുന്നതാണ്. ഇതിന്റെ കാരണം ഇപ്പൊ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ,
മൻ ഖാല ഏതൊരുവൻ പറയുന്നുവോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറ, ഒരു ദിവസത്തിൽ 100 തവണ ആര് പറയുന്നുവോ കാനത് ലഹു അദ്ല അശ്രി റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഒന്ന്. 2. വകുതിബത് ലഹു മിഅതു ഹസന, അവന് 100 നന്മ എഴുതപ്പെടുന്നതാണ്. 3. വമുഹിയത് അൻഹു മിഅതു സയ്യിഅ, 100 തിന്മകൾ അവന് തൊട്ട് മായ്ക്കപ്പെടുന്നതാണ്. 4. വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താനി യൗമഹു ദാലിക ഹത്താ യുംസി, അവൻ വൈകുന്നേരം ആവുന്നത് വരേക്കും, രാത്രിയിൽ പ്രവേശിക്കുന്നത് വരേക്കും അന്നേ ദിവസത്തിൽ ഷെയ്ത്താനിൽ നിന്നുള്ള അവനുള്ള സംരക്ഷണമാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ് രാവിലെ തന്നെ ഇത് പൂർണ്ണമായും ചൊല്ലുന്നതാണ് ഉത്തമം എന്ന് പറയുന്നതിനുള്ള കാരണം. ഇമാം നവവി തന്നെ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. കാരണം അവനത് പൂർണ്ണമായും പറഞ്ഞു കഴിയുമ്പോൾ അവനുണ്ടാവുന്ന സംരക്ഷണം പൂർണ്ണമായിരിക്കും. അവനതിൽ കുറവ് സംഭവിക്കുമ്പോൾ അവന്റെ സംരക്ഷണത്തിലും കുറവ് സംഭവിക്കും. അഞ്ചാമതായിക്കൊണ്ട് വലം യഅതി അഹദുൻ ബി അഫ്ദല മിമ്മാ ജാഅ ബിഹി ഇല്ലാ റജുലുൻ അമില അക്തറ മിൻ, ഇവനെക്കാട്ടിയും ഉത്തമമായിട്ടുള്ള ഒന്നും ഒരുവന് നാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരില്ല. ആരല്ലാതെ ഇവനേക്കാളും കൂടുതലായിക്കൊണ്ട് ഈ ദിക്ർ പറഞ്ഞവനൊഴികെ. അപ്പോൾ ഈ ഒരു ദിക്റും നമ്മൾ രാവിലെ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവുമായിട്ടോ മുറുകെ പിടിക്കുന്നവരായിരിക്കുക. ഇത്തരം വലിയ ഈ ഹദീസിൽ തന്നെ വന്നിട്ടുള്ള 5 പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി തുടർച്ചയായിക്കൊണ്ട് ഇതേ ഹദീസ് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫി യൗമിൻ മിഅത മറ, ഏതൊരുവൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം 100 തവണ പറയുന്നുവോ ഹുത്തത് ഖതായാ, അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സുബ്ഹാനല്ലാഹ്, കടലിലെ നുര, ആ നുരകളുടെ എണ്ണത്തിന്റെ അത്ര അവന് പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും, കടലിലെ നുര നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയാണ്, എത്രയോ കണക്കിനാണ്, അത്ര കണക്കിന് പാപങ്ങൾ അവനുണ്ടെങ്കിൽ പോലും 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. മുത്തഫഖുൻ അലൈഹി ഹദീസിൽ വന്നതുപോലെ. ഇനിയിപ്പോ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 100 തവണ ചെല്ലാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ക്ഷീണം കാരണമോ തിരക്ക് കാരണമോ യാത്ര കാരണമോ അവൻ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് ഇത് ഉപേക്ഷിക്കാതെ 10 തവണയെങ്കിലും ഇത് ചൊല്ലുക. കാരണം ഇതും ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, മുത്തഫഖുൻ അലൈഹി ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 മറ, 10 തവണ ഏതൊരുവൻ പറഞ്ഞുവോ കാന കമൻ അഅതഖ 4 അൻഫുസിൻ മിൻ വലദി ഇസ്മാഈൽ, ഇസ്മായിൽ സന്തതികളിൽ നിന്ന് 4 ആളുകളെ മോചിപ്പിച്ച പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഇസ്മായിൽ സന്തതി എന്ന് എടുത്തു പറയാൻ കാരണം എന്താണ്? കാരണം അതാണ് ഏറ്റവും അഷ്റഫായ, ഏറ്റവും ഉത്തമമായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള പാരമ്പര്യങ്ങളിൽ ഒരു പാരമ്പര്യമാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം. എന്തുകൊണ്ടാ? കാരണം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത്. നസ്അലുല്ലാഹ അസ്സലാമു വൽ ആഫിയ വനസ്അലുല്ലാഹ അൻ യൻഫഅന ബിമാ സമിഅന വഅൻ യഗ്ഫിറ ലനാ ദുനൂബന വഅൻ യുവഫിഖന ലിമാ യുഹിബ്ബു വയർദാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.